ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ആദ്യം തന്നെ പ്രധാനപ്പെട്ട ദിനങ്ങളും അതിന്റെ പ്രമേയങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ചില ക്ലാസ്സുകൾക്കിടയിൽ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് വരാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ റിവിഷൻ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയുടെ ഒക്കെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. 3 ദിവസം കൊണ്ടാണ് കെമിസ്ട്രി ഫുള്ള് റിവിഷൻ തീർത്തിട്ടുള്ളത്. അതുപോലെ 3 ദിവസം കൊണ്ടാണ് ഫിസിക്സ്. 3 ദിവസം കൊണ്ട് തന്നെയാണ് കമ്പ്യൂട്ടറൊക്കെ നമ്മൾ ഫുള്ള് റിവിഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനാണെന്നുണ്ടെങ്കിലും ലേബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനാണെങ്കിലും ഒക്കെ അത് തന്നെ നന്നായി പഠിച്ചാൽ ധാരാളമായിരിക്കും. അപ്പോൾ നിങ്ങളതെല്ലാവരും നന്നായി നോക്കുക. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോൾ ഈ ക്ലാസ്സുകൾക്കിടയിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ ഗ്യാപ്പ് ഉണ്ടാവുന്ന സമയങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ എടുത്തൊന്ന് പഠിക്കണം. അപ്പം നമുക്ക് നേരെ ഇതിലേക്ക് വരാം. ഇന്ന് നമുക്ക് പുതിയ ദിനങ്ങളും പുതിയ പ്രമേയങ്ങളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താം. നമ്മൾ ജൂൺ വരെയാണല്ലേ പഠിച്ചിരുന്നത്. ജനുവരി തൊട്ടിട്ട് ജൂൺ വരെയാണ് പഠിച്ചിരുന്നത്. ഇനിയുള്ളത് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്, നമുക്ക് ഒരു വർഷം മാത്രം പഠിച്ചാൽ മതി. 2024 മാത്രം പഠിച്ചാൽ മതി. കാരണം 2025 മിക്കതും പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് ജൂലൈ തൊട്ടൊന്നും ഒറ്റ ദിനങ്ങളുടെയും പ്രമേയങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല 2025. അപ്പോൾ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താം. ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞത് ഏത് ദിനമാണ് പറഞ്ഞത്? ജനുവരി 15 അല്ലേ. ജനുവരി 15ന്റെ പ്രത്യേകത എന്താണ്? കരസേനാ ദിനമാണ്. ഇന്ത്യൻ ആർമി ഡേ ആണ് അല്ലേ. കരസേനാ ദിനം ജനുവരി 15ആണ്. അപ്പം നമ്മുടെ എയർഫോഴ്സ് ഡേ എന്നാണ്? എയർഫോഴ്സ് ഡേ ഒക്ടോബർ 8നാണ്. എയർഫോഴ്സ് ഡേ ഒക്ടോബർ 8നാണ്. അതുപോലെ ഡിസംബർ 4നാണ് നമ്മളുടെ നേവി ഡേ എന്ന് പറയുന്നത്. നേവി ഡേ എന്ന് പറയുന്നത് ഡിസംബർ 4നുമാണ്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജനുവരി 15 നമ്മുടെ ഇന്ത്യൻ ആർമി ഡേയുടെ പ്രമേയം എന്തായിരുന്നു? അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അല്ലേ. അപ്പം നമ്മൾ S വെച്ച് ഓർക്കാം. നമ്മളുടെ ശക്തിയൊക്കെ കാണിച്ചാലേ അപ്പോൾ S വെച്ച് ഓർക്കാം. ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതിന്റെ S വെച്ച് ഓർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ഓർമ്മ വരുന്നുണ്ടോ? സമർത്ഥ് ഭാരത് അല്ലെ. സമർത്ഥമായിട്ടുള്ള ഭാരതം. സമർത്ഥ് ഭാരത് സാക്ഷം സേന. സമർത്ഥ് ഭാരത് കേപ്പബിൾ ആയിട്ടുള്ള ഇന്ത്യ, എംപവേർഡ് ആയിട്ടുള്ള ആർമി. സമർത്ഥ് ഭാരത് സാക്ഷം സേന. സമർത്ഥ് ഭാരത് സാക്ഷം സേന. നിങ്ങൾക്ക് ഇത് ഒരുവിധം ഒന്ന് നന്നായി നോക്കി പോയാൽ മതി. ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ഓർമ്മ വന്നോളും. ഇപ്പൊ പറയുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ പോലും. അടുത്ത നമ്മൾ പറഞ്ഞത് ജനുവരി 25ആണ്. ജനുവരി 25ന്റെ പ്രത്യേകത എന്താണ്? നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് അല്ലെ. നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി 25 എന്ന് പറയുന്നത്. അതിന്റെ പ്രമേയം എന്തായിരുന്നു? ഞാൻ എന്തായാലും വോട്ട് ചെയ്യും അല്ലെ. വോട്ടുണ്ടോ ഞാൻ എന്തായാലും ചെയ്യും. നമ്മൾ വോട്ട് ചെയ്യാണ്ടിരിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ വോട്ട് ഫോർ ഷുവർ. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. അതായത് വോട്ടിങ്ങിനേക്കാൾ മികച്ചതായിട്ട് ഒന്നും തന്നെ ഇല്ല. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതായിരുന്നു 2025 ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ദിവസം തന്നെ ജനുവരി 26 അല്ലെ. ജനുവരി 26 എന്താണ്? റിപ്പബ്ലിക് ഡേ ആണ്. അതിന്റെ പ്രമേയം എന്തായിരുന്നു? നമുക്ക് ഓഗസ്റ്റ് 15നും പ്രമേയം ഉണ്ടായിരുന്നു. 2024 ഓഗസ്റ്റ് 15നും ഒരു പ്രമേയം ഉണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു? നമ്മുടെ വികസിത് ഭാരത്, ഡെവലപ്ഡ് ഇന്ത്യ എന്നുള്ളത്. നമ്മളിപ്പോ വികസിത രാജ്യമല്ല അല്ലെ. നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വികസിതം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വികസിതമാകാ, ഡെവലപ്ഡ് ആവാ. ഡെവലപ്പിംഗ് അല്ല, ഡെവലപ്ഡ് ആയി മാറാ എന്ന് 2047 ആകുമ്പോഴേക്കും, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയുമ്പോഴേക്കും നമ്മൾ ഡെവലപ്ഡ് ആവാ, വികസിതമാകാ. വികസിത് ഭാരത് എന്നുള്ളതായിരുന്നു നമ്മുടെ ഓഗസ്റ്റ് 15ന്റെ പ്രമേയം. ഇപ്പൊ നമ്മൾ 2025 ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് സ്വർണിം ഭാരത് ആയിരുന്നു. സുവർണ ഇന്ത്യ. സ്വർണിം ഭാരത് വിരാസത്ത് ഓർ വികാസ്. വിരാസത്ത് ഓർ വികാസ് എന്ന് വെച്ചാൽ, വിരാസത്ത് എന്ന് വെച്ചാൽ പൈതൃകം അല്ലെ. പൈതൃകവും അതിൻ്റെ ഒപ്പം വികസനവും. സുവർണ ഇന്ത്യ, പൈതൃകവും വികസനവും. സ്വർണിം ഭാരത് വിരാസത്ത് ഓർ വികാസ് എന്നുള്ളതായിരുന്നു. പിന്നെ ഇമ്പോർട്ടന്റ് ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ഡേ ആയിരുന്നു അല്ലെ. ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ഡേ. വെറ്റ്ലാൻഡ് ഡേ എന്ന് പറഞ്ഞാൽ 2025 2024 പഠിക്കണം. കാരണം നമുക്ക് തണ്ണീർത്തട സംരക്ഷണ നിയമമൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പൊ 2025 പഠിക്കണം, 2026 പഠിക്കണം. അപ്പൊ 2025 നമ്മൾ എപ്പോഴും അല്ലെ 2025, അതുകൊണ്ട് F വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് പറയാറുണ്ട്. ഓർമ്മ വരുന്നുണ്ട് 2025 പ്രമേയം എന്തായിരുന്നു? അവർ ഫ്യൂച്ചർ വെച്ച് ഓർക്കാൻ പറഞ്ഞു. ഫ്യൂച്ചർ അല്ലെ, F വെച്ചിട്ട്. അവർ ഫ്യൂച്ചർ 2025 അല്ലെ. അവർ ഫ്യൂച്ചർ എന്താണ്? പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു. 2024 പ്രാസമാണ് അല്ലെ. പ്രാസം എന്താണ്? വെറ്റ്ലാൻഡ് ഫോർ വെൽബീയിങ്, വെറ്റ്ലാൻഡ് ഫോർ ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതായിരുന്നു 2024 പ്രമേയം. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പരിചിതമായിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ 2024 ഏതാണ് 2025 ഏതാണെന്ന് മാറിപ്പോകൂല. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോഡ് പറയുന്നത്. അല്ലാതെ മുഴുവനും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഈ കോഡ് വെച്ച് ചിലപ്പോൾ സാധിക്കില്ല എന്ന് വരും.
പക്ഷെ എന്താണ്, മാറിപ്പോകില്ല ഒരിക്കലും. 2024 ഏതാണ്, 2025 ഏതാണ് പ്രമേയം എന്നുള്ള കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും മാറിപ്പോകില്ല. അതാണ് കോഡ് വെച്ച് പറയുന്നതുകൊണ്ടുള്ള ഉപകാരം. ഇനി അടുത്തത് നമ്മൾ ക്യാൻസർ ഡേ, അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ജസ്റ്റ് പറയാം. February 4 നമ്മുടെ ക്യാൻസർ ഡേ ആണ്. അതിൽ 2025 തീം യുണൈറ്റഡ് ബൈ യൂണീക്ക് എന്നുള്ളതായിരുന്നു. യുണൈറ്റഡ് ബൈ യൂണീക്ക് എന്നുള്ളതായിരുന്നു. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ളത് മാർച്ച് 3, മാർച്ച് 8 ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. മാർച്ച് 3 ലോക വന്യജീവി ദിനാണ്. മാർച്ച് 3 എന്നുള്ളത് ലോക വന്യജീവി ദിനമാണ്. ലോക വന്യജീവി ദിനം. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2025 പ്രമേയം പഠിക്കണം, 2024 പഠിക്കണം. വന്യജീവി ദിനം, അതുപോലെ വാട്ടർ ഡേ, ഫോറസ്റ്റ് ഡേ, കാലാവസ്ഥാ ദിനം, ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗ ദിനം, ഇതൊക്കെ നമ്മൾ 2024 2025 പഠിക്കണം. അപ്പോൾ ലോക വന്യജീവി സംരക്ഷണ ദിനം, ലോക വന്യജീവി സംരക്ഷണ ദിനം, വേൾഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഡേ എന്നുള്ളത് അത് മാർച്ച് 3 ആണ്. മാർച്ച് 3 ലോക വന്യജീവി സംരക്ഷണ ദിനം എന്നുള്ളത്. അതിന് 2025 പ്രമേയം, 2025 എന്ന് പറയുമ്പോൾ 5 എഫ് വെച്ച് ഓർക്കാൻ പറഞ്ഞു അല്ലെ. എന്താണ് ഇവിടെ 5 വരുന്നത്? ഫിനാൻസ് ആണ്, പണം അല്ലെ. ഫിനാൻസ്, ധനം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെ. എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പീപ്പിൾ ആൻഡ് പ്ലാനറ്റിൽ നമ്മൾ ധനം ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് 2025 അല്ലേ. അപ്പൊ 2025, അപ്പൊ എഫ് വെച്ച് ഓർക്കാൻ പറഞ്ഞു. വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഇനി 2024 ആണെങ്കിലോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് ആയിരുന്നു 2024 പ്രമേയം. 2025 വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്, ഇത് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളത്. 2024 ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നായിരുന്നു. ഇനി മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ, ഇമ്പോർട്ടന്റ് ആണ്. മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ. അതിന് നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾ ആദ്യം ഈ വുമൻസ് ഡേയിൽ പെൺകുട്ടികളെ നമ്മൾ പരിഗണിച്ചിരുന്നില്ല. ഇതൊക്കെ കോഡിന് വേണ്ടി പറയാണ്. 2024 വരെ നമ്മൾ വുമൻസിനെ മാത്രമേ പരിഗണിച്ചിരുന്നുള്ളൂ. പക്ഷെ 2025 ആയപ്പോൾ നമ്മൾ ഈ വുമൻസിനെ മാത്രമല്ല, ഈ വുമൻസ് ഡേയുടെ അന്ന് ഗേൾസിനെയും കൂടി, പെൺകുട്ടികളെ കൂടി നമ്മൾ പരിഗണിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ 2024 എന്ന് പറയുന്നത് വെറുതെ ഇൻവെസ്റ്റിംഗ് ഇൻ വുമൺ, വുമണിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇൻവെസ്റ്റിംഗ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതായിരുന്നു. ഇൻവെസ്റ്റിംഗ് ഇൻ വുമൺസ് ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതായിരുന്നു 2024 പ്രമേയം. 2025 വന്നപ്പോൾ നമ്മൾ ആരെയും കൂടി കൺസിഡർ ചെയ്തു? ഗേൾസിനെയും കൂടി കൺസിഡർ ചെയ്തു. അപ്പൊ ഫോർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസ്, ഫോർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസ്, റൈറ്റ് ഈക്വാലിറ്റി എംപവർമെന്റ്, റൈറ്റ് ഈക്വാലിറ്റി എംപവർമെന്റ്. പിന്നെ നമ്മളുടെ മാർച്ച് 15 കൺസ്യൂമർ ഡേ ആണ്. വേൾഡ് കൺസ്യൂമർ ഡേ ആണ് മാർച്ച് 15 എന്നുള്ളത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞില്ലേ, കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് സ്റ്റൈലാണ്. ചിലവര് തെറ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈലുള്ളവർ എന്താണ്, എന്ത് കണ്ടാലും വാങ്ങിക്കൂട്ടും. അവർക്ക് ഒരു ഉപകാരമില്ലാത്ത സാധനമാണെങ്കിലും അവർക്ക് പർച്ചേസ് ചെയ്യാം അല്ലെ. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ വളരെ ഒരു ഹരമായിരിക്കും. വെറുതെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ പുതിയ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ നല്ല കൺസ്യൂമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറണം അല്ലെ. അതുകൊണ്ട് തന്നെ 2025 മാർച്ച് 15 വേൾഡ് കൺസ്യൂമർ ഡേയുടെ പ്രമേയം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു എ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതായിരുന്നു. ജസ്റ്റ് ട്രാൻസിഷൻ ടു എ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതായിരുന്നു. പിന്നെ മാർച്ച് 21 വനദിനം. വനദിനം എന്ന് പറയുമ്പോൾ നമുക്ക് വനം ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം അല്ലെ. ഇപ്പൊ വനത്തിൽ ആദ്യമൊക്കെ വനത്തിൽ ഇന്നോവേഷൻസ് ആയിരുന്നു അല്ലെ, ഓരോരോ ഇതുകൾ കൊണ്ടുവരായിരുന്നു, പുതിയ പുതിയ സംഭവങ്ങൾ. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി വനത്തിൽ ഈ ഇന്നോവേഷൻസ് ഒന്നല്ല വേണ്ടത്. പിന്നെ എന്താണ് വേണ്ടത്? വനത്തിന് പുരോഗതിയൊന്നും ആവശ്യമില്ല. വനത്തിന് ആവശ്യം എന്താണ്? ഫുഡ് അവിടെ ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വന്യജീവികളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നു നമുക്ക് മനസ്സിലായി അല്ലെ. പിന്നെ അത് മാത്രമല്ല നമുക്ക് 2025 നമുക്ക് എഫ് വെച്ചും കണക്ട് ചെയ്യാം അല്ലെ. 2025 വനദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ഫോറസ്റ്റ് എന്നുള്ളതായിരുന്നു. ഫോറസ്റ്റ് ആൻഡ് ഫുഡ്, ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നുള്ളതായിരുന്നു. അതിനു മുമ്പ് 2024 ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ. 2024 നമ്മൾ ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻസിനൊക്കെ ഇനി പ്രാധാന്യം നൽകിയത്. 2025 ഈ വന്യജീവികൾ മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്നോവേഷൻസ് ഒന്നല്ല ഫോറസ്റ്റിൽ വേണ്ടത്. എന്താണ് ഫോറസ്റ്റിൽ കൊണ്ടു കൊടുക്കേണ്ടത്? അവർക്കുള്ള ഫുഡാണ്. അതുകൊണ്ട് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാക്കി നമ്മൾ 2025 വനദിനത്തിന്റെ പ്രമേയം. എന്നാണ് വനദിനം എന്ന് എല്ലാവർക്കും അറിയാലോ, കാരണം നമ്മൾ പറഞ്ഞല്ലോ വനജീവിയുടെ കാലിൽ ക്ഷയം എന്ന് പറഞ്ഞ് നമുക്ക് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്ന കോഡ് തന്നെയാണ്. വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, ക്ഷയരോഗ ദിനം അടുപ്പിച്ചാണ് മാർച്ച് 21, 22, 23, 24 ഡേറ്റുകളിലായിട്ട്. ഇനി അടുത്തത് മാർച്ച് 22 ജലദിനം. ജലദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ, ജലം. ഇപ്പൊ നമ്മൾ ജലവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം മഞ്ഞുരുകുന്നതാണ് അല്ലെ. ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതാണ്. അതുകൊണ്ട് തന്നെ 2025 പ്രമേയം എന്തായിരുന്നു? ഗ്ലേഷ്യർ പ്രിസർവേഷൻ ആയിരുന്നു. ഗ്ലേഷ്യർ പ്രിസർവേഷൻ ആയിരുന്നു. 2024 പ്രമേയം വാട്ടർ ഫോർ പീസ്, വാട്ടർ ഫോർ പീസ് എന്നുള്ളതായിരുന്നു 2024 പ്രമേയം.
ഇനി മാർച്ച് 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ കാലാവസ്ഥ എല്ലാം മൊത്തം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ ജനുവരിയിലടക്കം നമുക്ക് മഴ കിട്ടിയില്ലേ, മഴ പെയ്തു. ശരിക്കും ആ സമയത്ത് മഴ പെയ്യാൻ പാടില്ല, കൃഷിനാശം സംഭവിക്കും. അങ്ങനെ ആ സമയത്തൊക്കെ തോന്നിയ സമയത്തൊക്കെ മഴ പെയ്താൽ അപ്പോൾ ഇത് നമുക്കുള്ളൊരു വാണിംഗ് ആണ് അല്ലേ, നമുക്കുള്ളൊരു വാണിംഗ് ആണ്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു വാണിംഗ് ആണ് നമുക്കുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ 2025 പ്രമേയം എന്തായിരുന്നു? ക്ലോസിംഗ് ദി ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നുള്ളതായിരുന്നു. ക്ലോസിംഗ് ദി ഏർലി വാർണിംഗ് ആണിത്. ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ, മുൻകൂർ മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ച് അടയ്ക്കാം എന്നുള്ളതായിരുന്നു. ഇനി മാർച്ച് 24 ക്ഷയരോഗ ദിനം. ക്ഷയരോഗ ദിനത്തിലേക്ക് വരുമ്പോൾ രണ്ടിന്റെയും പ്രമേയം സെയിം തന്നെയാണ്. 2025 വരുമ്പോൾ ഒരു വാലും കൂടി ഉണ്ടെന്ന് മാത്രം. 2024 എന്തായിരുന്നു? യെസ് വി ക്യാൻ എൻഡ് TB, അത്രേ ഉള്ളൂ. യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളതായിരുന്നു. 2025 വരുമ്പോൾ യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റി ഇൻവെസ്റ്റ് ഡെലിവർ എന്നും കൂടി വരും. പിന്നെ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനം ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ആരോഗ്യം നമ്മുടെ റൈറ്റ് ആണെന്നാണ് നമ്മൾ വാദിച്ചുകൊണ്ടിരുന്നത് അല്ലേ. പിന്നെ നമുക്ക് മനസ്സിലായി അങ്ങനെ നമ്മളെ റൈറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, നല്ല ബിഗിനിങ് ഉണ്ടായിരിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ഫുഡ് ഐറ്റംസ് കഴിക്കണം, നല്ല ഫുഡുകൾ കഴിക്കണം അല്ലെ. പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള, വൈറ്റമിൻസ് ഒക്കെ ഉള്ള, ധാരാളം ഇലക്കറികളൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു ബിഗിനിങ് ഉണ്ടാവണം നമുക്ക്, നല്ലൊരു ഹെൽത്തിനും നല്ലൊരു ഫ്യൂച്ചറിനും വേണ്ടിയിട്ട്. അല്ലാതെ എൻ്റെ ആരോഗ്യം എൻ്റെ റൈറ്റ് ആണെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ 2024 പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതായിരുന്നു. 2024 പ്രമേയം ലോകാരോഗ്യ ദിനം, ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം 2024 എന്തായിരുന്നു? മൈ ഹെൽത്ത് മൈ റൈറ്റ് ആയിരുന്നു. എന്നാൽ 2025 ആയപ്പോൾ ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നായി. ഹെൽത്തി ബിഗിനിങ്, ഒരു ഹെൽത്തി ബിഗിനിങ് ഉണ്ടാവണം എപ്പോഴും, എങ്കിലേ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നായി മാറി. ഏപ്രിൽ 22 ഭൗമദിനം. ഭൗമം എന്ന് പറയുമ്പോൾ തന്നെ ഭൂമി എങ്ങനെയാണ്? വട്ടത്തിലാണ് അല്ലെ. അപ്പൊ നമ്മൾ O എന്നുള്ള ലെറ്റർ ഓർക്കാൻ പറഞ്ഞു. അവർ പവർ അവർ പ്ലാനറ്റ്, അവർ പവർ അവർ പ്ലാനറ്റ്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം ഇമ്പോർട്ടന്റ് ആണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ പുകയിലയും നിരോധിച്ചു അല്ലെ, പുകയില ഉൽപ്പന്നങ്ങളൊന്നും പാടില്ല. അതുകൊണ്ട് തന്നെ ജൂൺ 1 തൊട്ട് മുമ്പ് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്. അതിൽ ഫസ്റ്റ് 2024 എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ മാറ്റി നിർത്താന്നുള്ളതായിരുന്നു. കുട്ടികളെ ഈ ടുബാക്കോ ഇൻഡസ്ട്രിയുടെ ഇന്റർഫറൻസിൽ നിന്നും അവരുടെ ഇടപെടലുകളിൽ നിന്നും അവരെ മാറ്റി നിർത്താന്നുള്ളതായിരുന്നു 2024 പ്രമേയം എന്നുള്ളത്. 2025 ആയപ്പോൾ നമുക്ക് മനസ്സിലായി അവരെ മാറ്റി നിർത്തല്ല, അവരെ ബോധവൽക്കരിക്കണം അല്ലെ. അപ്പൊ എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ബോധവൽക്കരിച്ചത്? അവരെ ബ്രൈറ്റ് പ്രൊഡക്റ്റ് ആണ്, പക്ഷെ അതിന്റെ ഡാർക്ക് ഇന്റൻഷൻ ആണ്. കാണുമ്പോൾ പ്രൊഡക്റ്റ് നല്ല ബ്രൈറ്റ് ഒക്കെയാണ്, പക്ഷെ അതിന്റെ ഉദ്ദേശം ഇന്റൻഷൻ എന്താണ്? വളരെ ഡാർക്ക് ആണെന്ന് പറഞ്ഞാണ് നമ്മൾ അവരെ ബോധവൽക്കരിച്ചത്. അപ്പൊ 2024 തീം ഇവരെ മാറ്റി നിർത്തുക, പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ് എന്നായിരുന്നു 2024 തീം. ഈ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്ത് ടുബാക്കോ ഇൻഡസ്ട്രിയുടെ ഇന്റർഫറൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് നിർത്താന്നുള്ളതായിരുന്നു 2024 തീം. എന്നാൽ 2025 നമ്മൾ അത് വിട്ട് ബോധവൽക്കരണത്തിലേക്ക് വന്നു. എന്താണ് നമ്മൾ പറഞ്ഞ് ബോധവൽക്കരിച്ചത്? ബ്രൈറ്റ് പ്രൊഡക്റ്റ് ആണ്, പക്ഷേ ഡാർക്ക് ഇന്റൻഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവരെ ബോധവൽക്കരിച്ചത് അല്ലെ. അപ്പൊ ഇത്ര വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ജൂൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ജൂൺ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ജൂൺ 5 ആണല്ലേ പറയാനുള്ളത്. ജൂൺ 5 എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, വേൾഡ് എൻവിറോൺമെന്റ് ഡേ ആണ്. എൻവിറോൺമെന്റ് ഡേ, നമ്മുടെ പരിസ്ഥിതി ദിനം. നമ്മളുടെ ഇവിടുത്തെ പരിസ്ഥിതി, നമ്മുടെ കേരളത്തിലെ പരിസ്ഥിതി നമുക്ക് നോക്കിയാൽ മതി. നമ്മളുടെ ഈ പരിസ്ഥിതിയിൽ ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മളുടെ ഇവിടെ വന്നിട്ട് അല്ലേ, നമ്മുടെ അറബിക്കടലിൽ ഒരു കപ്പൽ വന്ന് മുങ്ങി അല്ലേ. മുങ്ങിയത് മാത്രമല്ല, അതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ മുഴുവനും കടലിൽ വ്യാപിച്ചു, കടലിൽ പോയി. അതിൽ പല സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഈ 2-3 ദിവസം തന്നെ ന്യൂസ് പേപ്പറിൽ കണ്ടു. കൊല്ലത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും പല തീരപ്രദേശങ്ങളിലും ടണ്ണ് കണക്കിനാണ് പ്ലാസ്റ്റിക്. അതും പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്ത് പ്ലാസ്റ്റിക് ആണ്? ഏറ്റവും പ്ലാസ്റ്റിക്കിന്റെ തരികൾ അല്ലെ, പ്ലാസ്റ്റിക്കിന്റെ തരികളാണ് വന്നടിഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കൂല്ലേ. നമ്മൾ പ്ലാസ്റ്റിക് അവിടെ ഇടരുത് ഇവിടെ ഇടരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹരിത കർമ്മസേനനെ കൊണ്ട് ഈ ഉള്ള പ്ലാസ്റ്റിക് മുഴുവൻ നമ്മുടെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടണ്ണ് കണക്കിന് പ്ലാസ്റ്റിക് ആണ് നമ്മളുടെ തീരപ്രദേശങ്ങളിൽ വന്നടിഞ്ഞിട്ടുള്ളത് അല്ലെ. ഏറ്റവും വലിയൊരു പരിസ്ഥിതി പ്രശ്നം ഇപ്പൊ അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ 2025 തീം കൊടുത്തത് എൻഡിങ് ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. എൻഡിങ് ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അതാണ് നമ്മുടെ 2025 വേൾഡ് എൻവിറോൺമെന്റ് ഡേയുടെ തീം എന്ന് പറയുന്നത്.
ഇപ്പൊ ഈ ഇതിലല്ലേ മെയിലല്ലേ ഈ സംഭവമൊക്കെ ഉണ്ടായത്. അപ്പൊ ജൂണിൽ നമ്മൾ എൻവിറോൺമെന്റ് ഡേ ആഘോഷിക്കുമ്പോൾ അല്ലെ ആചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെ വേണ്ടേ പ്രമേയം, പ്ലാസ്റ്റിക് പൊല്യൂഷൻ അവസാനിപ്പിക്കുക. എൻഡിങ് ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതായിരുന്നു 2025 ജൂൺ 5 പ്രമേയം. ഇനി 2024 നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്തൊക്കെ, ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ അല്ലെ, മരുഭൂവീകരണം, പിന്നെ വരൾച്ച പ്രതിരോധിക്കുക, ഡ്രോട്ട് റെസീലിയൻസ്, ഇതൊക്കെ തന്നെ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ലാൻഡ് റീസ്റ്റോറേഷൻ ഭൂമി പുനഃസ്ഥാപനം, ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ, പിന്നെ ആൻഡ് ഡ്രോട്ട് റെസീലിയൻസ്, വരൾച്ച പ്രതിരോധം, ഇതൊക്കെയാണ് നമ്മുടെ 2024 പ്രമേയമായിരുന്നത്. പക്ഷെ 2025 നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടുകൊണ്ട് എൻഡിങ് ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് നമ്മുടെ 2025 തീമായിരുന്നത്. പിന്നെ നമ്മൾ ജൂൺ 5 കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ജൂൺ 14 ബ്ലഡ് ഡോണേഴ്സ് ഡേ ഉണ്ട്. ജൂൺ 14 ബ്ലഡ് ഡോണേഴ്സ് ഡേ. അപ്പൊ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2024 എന്ന് വെച്ചാൽ ഇതിന്റെ 20ാമത്തെ വാർഷികമായിരുന്നു. ബ്ലഡ് ഡോണേഴ്സ് ഡേയുടെ ദിവസത്തിന്റെ, അങ്ങനെ ഒരു ദിവസത്തിന്റെ 20ാമത്തെ വാർഷികമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ 2024 എല്ലാവരോടും ജസ്റ്റ് നന്ദി പറയാൻ മാത്രമേ ചെയ്തുള്ളൂ. 2024 എന്താണ്, 20 years ഓഫ് സെലിബ്രേറ്റിംഗ് ഗിവിങ്, നൽകുന്നതിന്റെ 20ാമത്തെ വാർഷികം അല്ലെ. 20 years ഓഫ് സെലിബ്രേറ്റിംഗ് ഗിവിങ്. താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ്. ബ്ലഡ് ഡോണേഴ്സിനോട് എല്ലാവരോടും താങ്ക് യു പറയണം. താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ്. ഇതായിരുന്നു 2024 ബ്ലഡ് ഡോണേഴ്സ് ഡേന്റെ പ്രമേയം എന്ന് പറയുന്നത്. 2025 ബ്ലഡ് കണക്ട് അസ് ഓൾ. ബ്ലഡ് കണക്ട് അസ് ഓൾ. ബ്ലഡ് കണക്ട് അസ് ഓൾ. നമ്മളെ ബ്ലഡ് നമ്മളെല്ലാവരെയും കണക്ട് ചെയ്യുന്നു അല്ലെ. നമ്മൾ പറയില്ലേ രക്തബന്ധം എന്നൊക്കെ പറയില്ലേ. രക്തബന്ധം എവിടെ പോയാലും അവസാനിക്കില്ല എന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ സിനിമയിലൊക്കെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ 2025 തീം എന്തായിരുന്നു, ബ്ലഡ് കണക്ടേഴ്സ് ഓൾ എന്നുള്ളതായിരുന്നു. ബ്ലഡ് കണക്ടേഴ്സ് ഓൾ എന്നുള്ളതായിരുന്നു 2025 തീം എന്ന് പറയുന്നത്. അതുപോലെ ജൂൺ 21 എന്നുള്ളത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ജൂൺ 21 എന്നുള്ളത്. ജൂൺ 21. അപ്പൊ 2025 തീം അത് അത്ര അങ്ങോട്ട് ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ഒന്ന് നോക്കിയിരിക്കുക. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ളതാണ്. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ളതായിരുന്നു. 2024 യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. യോഗ ഫോർ നമുക്കും പിന്നെ നമ്മുടെ സൊസൈറ്റിക്കും വേണ്ടി യോഗ ചെയ്യാം. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അതേ മീനിങ് തന്നെയാണ് 2025 ഏകദേശം വരുന്നത് അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞത് നമുക്കും നമ്മുടെ സൊസൈറ്റിക്കും വേണ്ടി യോഗ ചെയ്യുക എന്നാണ് 2024 പറഞ്ഞത്. 2024 തീം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. നമുക്കും നമ്മുടെ സൊസൈറ്റിക്കും വേണ്ടി യോഗ ചെയ്യാം. അതിനുശേഷം അത് ഒത്തിരിയും കൂടി ഒന്ന് പരിഷ്കരിച്ചിട്ട് നമുക്ക് വേണ്ടി എന്നുള്ളത് വൺ ഹെൽത്ത് എന്നാക്കി, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്. സൊസൈറ്റി എന്നുള്ളത് വൺ എർത്ത് എന്നാക്കി മാറ്റി. അത്രയേ ഉള്ളൂ. യോഗ ഫോർ വൺ എർത്ത് ആൻഡ് വൺ ഹെൽത്ത് എന്നാക്കി മാറ്റി. ഇനി അതുപോലെ ജൂൺ 23. ജൂൺ 21 യോഗ ഡേ. ജൂൺ 21 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ ആണ്. ജൂൺ 23 ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ ആണ്. ഒളിമ്പിക്സ് എന്നൊക്കെ പറയുമ്പോൾ അറിയാം നമുക്ക് ഓട്ടം ചാട്ടം സംഭവം തന്നെ. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. അത്രേ ഉള്ളൂ. 2024 ജൂൺ 23 ഇന്റർനാഷണൽ. ഇതൊക്കെ 2024 മാത്രമേ ഉള്ളൂ കേട്ടോ, കാരണം ഇതിന്റെ ഒന്നും 2025 പ്രമേയം പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ഡേ ആണ്. അതിന്റെ പ്രമേയമാണ് പറഞ്ഞത് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. ഇനി ജൂൺ 26 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാണ്. ജൂൺ 26. നമ്മ നേരത്തെ മെയ് 31 പറഞ്ഞത് പുകയില വിരുദ്ധ ദിനായിരുന്നു. ഇത് ജൂൺ 26 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാണ്. അപ്പൊ ലഹരി ഇപ്പൊ ഈയിടെ നമ്മുടെ ഇതിലെല്ലാത്തിലും ലഹരി വിരുദ്ധവും, അതുപോലെ തന്നെ ഇപ്പം സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ആദ്യത്തെ 2 ആഴ്ച ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് കുട്ടികൾക്ക് നൽകുന്നത് അല്ലെ. ലഹരി വിരുദ്ധ ക്ലാസ്സുകളും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെയാണ് കുട്ടികൾക്ക് നൽകുന്നത്. അപ്പൊ അത്രമാത്രം നമ്മുടെ സമൂഹത്തിനെ ലഹരി ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ ന്യൂസ് പേപ്പറിൽ പലതരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഈ ലഹരി വിരുദ്ധ ദിനം ജൂൺ 26 ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. നമ്മളെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, PH അധികം ചോദിച്ചിട്ടില്ല എന്ന് വിചാരിക്കും, പക്ഷെ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഒന്നാമത് ജൂണിലാണ് എക്സാം നടക്കുന്നത്. അപ്പൊ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. അതിന്റെ 2024 പ്രമേയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു
പ്രിവെൻഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രം അല്ലെ, ഇതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു 2024 തീം എന്ന് പറയുന്നത്. എന്നാൽ 2025 വന്നപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ മാത്രമല്ല, പ്രിവെന്റ് ചെയ്യണം, ഇനി അത് ബാധിച്ചവരെ ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്നിട്ട് അവരെ റിക്കവറിയും ചെയ്യണം. അതും കൂടി 2025 വന്നു. 2024 തീം ലഹരി വിരുദ്ധ ദിനത്തിൽ വെറുതെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇതിനെ ലഹരിയിൽ നിന്നും കുട്ടികളെയൊക്കെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു, ലഹരിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ 2025 വന്നപ്പോൾ പ്രിവെന്റ് ചെയ്യുക, ഇനി പ്രിവെന്റ് ചെയ്യാൻ പറ്റാതെ ചില കുട്ടികളൊക്കെ ലഹരി ബാധിച്ചിട്ടുണ്ടാവും. അവർക്ക് എന്ത് നൽകണം? അവർക്ക് ട്രീറ്റ്മെന്റും കൊടുക്കണം, അവരെ റിക്കവറിയും ചെയ്യണം. അതായി 2025 തീം എന്ന് പറയുന്നത്. അപ്പൊ 2024 തീം ആദ്യം നമുക്ക് നോക്കാം. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. അത് ഓർത്തിരുന്നാൽ മതി. ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. അവിടെ പ്രിവെൻഷൻ മാത്രം പറയുന്നുള്ളൂ. ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നുള്ളതായിരുന്നു 2024 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. എന്നാൽ 2025 വന്നപ്പോഴോ ബ്രേക്കിംഗ് ദി ചെയിൻ, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ. അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങളോട് തന്നെ എഴുതാൻ പറയില്ലല്ലോ, അവിടെ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. ഓപ്ഷനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ആദ്യത്തെ കേസിൽ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ മാത്രമായിരുന്നു. 2024 ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ മാത്രമായിരുന്നു. എന്നാൽ 2025 വന്നപ്പോൾ പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ്, റിക്കവറി ഫോർ ഓൾ, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ്, റിക്കവറി ഫോർ ഓൾ. അതാണ് 2025 പ്രമേയം. ബ്രേക്കിംഗ് ദി ചെയിൻ, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ. ഇനി അതുപോലെ നമ്മുടെ ജൂലൈ 29 ഉണ്ട്. ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ്. ജൂലൈ 28 എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ഡേ. ഹെപ്പറ്റൈറ്റിസ് എന്താണെന്ന് അറിയാലോ, നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അല്ലെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതിൽ തന്നെ ആൽക്കഹോൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഭയങ്കര അമിതമായിട്ട് മദ്യപിക്കുന്നത് മൂലം ആൽക്കഹോൾ ഹെപ്പറ്റൈറ്റിസ് വരും. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രമേയം ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ. അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ആക്ഷൻ എടുക്കേണ്ട സമയമായിരിക്കുന്നു. ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ. അതാണ് ഹെപ്പറ്റൈറ്റിന്റെ ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന് പറയുന്നത്. ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. അതിന്റെ പ്രമേയം ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ എന്നുള്ളത്. ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ്. കാരണം ഇത് പറയാൻ കാരണം ജൂലൈ 29 2-3 പ്രാവശ്യം PSC ഏത് ദിവസമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ജൂലൈ 29 പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ടൈഗർ ഡേ എന്നുള്ളതായിരുന്നു അതിന്റെ ആൻസർ. അപ്പൊ അതുകൊണ്ട് അവിടെ ഓർത്തിരിക്കാം. ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ്. 2024 പ്രമേയം എന്ന് പറയുന്നത് എൻഷുറിങ് സേഫ് ആൻഡ് സബ്സ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്നുള്ളതായിരുന്നു. എൻഷുറിങ് സേഫ് ആൻഡ് സബ്സ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, സുരക്ഷിതവും സുസ്ഥിരവുമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഉറപ്പാക്കൽ. ഇത് ആർക്കാണ് പറയുന്നത്? നമ്മൾ കടുവകൾക്ക്, ടൈഗറിനാണ് പറയുന്നത് സുസ്ഥിരവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു ആവാസം അവർക്ക് ഉറപ്പാക്കണം എന്ന്. പക്ഷെ നമ്മളെ കുറിച്ച് ഓർത്താൽ മതി. നമ്മൾ പുലിമുരുകൻ സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഈ ടൈഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമയല്ലേ ഓർമ്മ വരാം. അപ്പൊ നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കുക, നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കുക, അങ്ങനെ ഓർക്കുക. സുരക്ഷിതവും അതുപോലെ തന്നെ സുസ്ഥിരവുമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ, ഒരു വീട് അല്ലെ, ഈ പുലിയൊന്നും വന്ന് ആക്രമിക്കാത്ത ഒരു സുസ്ഥിരവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു വീട്, ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാന്ന് നമ്മൾ ഓർക്കുക. ഈ ടൈഗർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് അതല്ലേ ഓർമ്മ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ 2025 പ്രമേയം പ്രഖ്യാപിച്ചിട്ടില്ല. 2024 ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് എൻഷുറിങ് സേഫ് ആൻഡ് സബ്സ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്. എൻഷുറിങ് ഉറപ്പാക്കുക, സേഫ് ആയിട്ടുള്ളതും സബ്സ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ്, ആവാസ വ്യവസ്ഥ ഉറപ്പാക്കുക. ഇത് കടുവയ്ക്കാണ് ഉറപ്പാക്കാൻ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നമുക്കായിട്ട് കരുതാം. എൻഷുറിങ് സേഫ് ആൻഡ് സബ്സ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്നുള്ളതാണ് 2024 ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേയുടെ പ്രമേയം. ഇനി ഓഗസ്റ്റ് 7. ഈ ജൂലൈ പറയുമ്പോൾ ജൂലൈയിൽ ഇനിയും പ്രധാനപ്പെട്ട ദിനങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും പ്രമേയം നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ മലാല ഡേ, അതുപോലെ മണ്ടേല ഡേ ഒക്കെ വരുന്നുണ്ട്. മലാല ഡേ എന്ന് പറയുന്നത് ജൂലൈ 12 ജൂലൈ 12 മലാല ഡേയും ജൂലൈ 18 മണ്ടേല ഡേയും ആണ്. നമുക്ക് SCERT പറഞ്ഞിട്ടുള്ള കാരണം ഇത് 2 ദിവസങ്ങളും PSC ചോദിക്കാറുണ്ട്. ജൂലൈ 12 മലാല ഡേയും ചോദിക്കാറുണ്ട്, ജൂലൈ 18 മണ്ടേല ഡേയും ചോദിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും നമുക്ക് പ്രമേയമൊന്നുമില്ല, ജസ്റ്റ് ആ ദിനങ്ങളൊന്ന് പഠിച്ചേക്കുക. പിന്നെ ഓഗസ്റ്റിലേക്ക് വരുമ്പോൾ ഓഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണ്, കൈത്തറി ദിനാണ്. ഹാൻഡ്ലൂം ഡേ അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ 2024 പ്രമേയം ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ് ഫോർ ഹാൻഡ്ലൂം. ഹാൻഡ്ലൂമിന് വേണ്ടിയിട്ട് ടെക്നോളജീസും ഇന്നോവേഷൻസും ഒക്കെ കൊണ്ടുവരാം. ടെക്നോളജി ഒക്കെ കൊണ്ടുവന്നാൽ പിന്നെ ഹാൻഡ്ലൂം അല്ലാണ്ടാവില്ല, എങ്കിലും അങ്ങനെ ഓർക്കാം. ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ് ഫോർ ഹാൻഡ്ലൂം 2024 ഓഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്
ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ് ഫോർ ഹാൻഡ്ലൂം എന്നാണ്. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയുടെ നമ്മ പ്രമേയം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു? വികസിത ഭാരത് എന്നായിരുന്നു അല്ലെ. ഡെവലപ്ഡ് ഇന്ത്യ 2047 ആവുമ്പോഴേക്കും ഒരു ഡെവലപ്ഡ് നാഷനായി മാറാം, വികസിത ഇന്ത്യ ആയിട്ട് മാറാ എന്നുള്ളതായിരുന്നു പ്രമേയം. വികസിത് ഭാരത് എന്നുള്ളതാണ് ഓഗസ്റ്റ് 15 2024 പ്രമേയം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം ഓഗസ്റ്റ് മാസം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെപ്റ്റംബർ ആണ്. അപ്പോൾ ഓഗസ്റ്റിൽ നമുക്ക് അധികമൊന്നുമില്ല, ആകെ 2 ദിവസമേ ഉള്ളൂ. ഓഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ ഒന്ന് ഓർത്തേക്കണം. ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ് ഫോർ ഹാൻഡ്ലൂം. ഓഗസ്റ്റ് 15 ഓർത്തു വെക്കണം, വികസിത് ഭാരത് എന്നുള്ളതാണ്, വികസിത് ഭാരത്. ഇനി സെപ്റ്റംബറിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ദിവസം വരുന്നുണ്ട്, ഓസോൺ ഡേ അല്ലെ. ഓസോൺ ഡേ നമുക്ക് എപ്പോഴും PSC ചോദിക്കും. സെപ്റ്റംബർ 16 ഓസോൺ ഡേ. അതിന്റെ പ്രമേയം 2025 പ്രമേയം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആണ്, 2024 മാത്രം പഠിച്ചാൽ മതി. മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ. സെപ്റ്റംബർ 16 ഓസോൺ ഡേയുടെ പ്രമേയം എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ അല്ലേ ഈ ഓസോണിന്റെ സംരക്ഷണത്തിന് വേണ്ടി വെച്ചിട്ടുള്ളത്. മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് 2024 സെപ്റ്റംബർ 16 ഓസോൺ ദിനത്തിന്റെ പ്രമേയം. ഇനി സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. അപ്പൊ യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ, ഹാർട്ട് ഉപയോഗിക്കുക, യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ് സെപ്റ്റംബർ 29 ഹൃദയ ദിനത്തിന്റെ പ്രമേയം. യൂസ് ഹാർട്ട് അത്ര ഓർത്താൽ മതി, ബാക്കിയൊന്നും ഓർത്തില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം ഉപയോഗിക്കുക, യൂസ് ഹാർട്ട് എന്ന് ഉപയോഗിക്കുക. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം. ഇനി ഒക്ടോബർ 8 എയർഫോഴ്സ് ഡേ അല്ലെ. എയർഫോഴ്സ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് ഭാരതീയ വായുസേന എന്നല്ലേ നമ്മൾ എയർഫോഴ്സിനെ പറയാ. ഭാരതീയ വായുസേന സാക്ഷം സശക്ത് ആത്മനിർഭർ, അതും എല്ലാം ഫുള്ള് സായിന്. സാക്ഷം സശക്ത്, ശക്തമായത് എന്നുള്ള അർത്ഥം വരുന്നതാണ്. സശക്ത് ആത്മനിർഭർ എന്നുള്ളതാണ്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല. എയർഫോഴ്സ് ഡേ ഒക്ടോബർ 8 എയർഫോഴ്സ് ഡേയുടെ പ്രമേയം ഭാരതീയ വായുസേന സാക്ഷം സശക്ത് ആത്മനിർഭർ എന്നുള്ളതായിരുന്നു. ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ ആണ്. ഫുഡ് ഡേ 2025 നമുക്ക് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളമാണെന്നാണ് നമ്മളോട് പറയുന്നത് തീമിലൂടെ. 2025 അവർ പറയണത് നിങ്ങളുടെ ഫുഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വെള്ളമാണ്. ഓർത്തു വയ്ക്കും, നിങ്ങളുടെ ഫുഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വെള്ളമാണെന്ന് ഓർത്തു വയ്ക്കാം. 2025 ഫുഡ് ഡേയുടെ പ്രമേയം വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ്, ലീവ് നോ വൺ ബിഹൈൻഡ്. ഇതായിരുന്നു വേൾഡ് ഫുഡ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ് എന്നെങ്കിലും ഓർത്ത് വെക്കുക. കാരണം ലീവ് നോ വൺ ബിഹൈൻഡ് എന്നുള്ളത് നമ്മൾ അത് പറഞ്ഞില്ല അല്ലെ. ഞാൻ ജൂലൈ 11 നമ്മൾക്ക് വേൾഡ് പോപ്പുലേഷൻ ഡേ വരുന്നുണ്ട്, അത് പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ പ്രമേയം അതായിരുന്നു, ലീവ് നോ വൺ ബിഹൈൻഡ് എന്നുള്ളത്. ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ എന്നുള്ളത്. പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ജനസംഖ്യാ ദിനം. ജനസംഖ്യ എന്ന് വെച്ചാൽ നമ്മൾ കൗണ്ട് എടുക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ കൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ പറയുന്നു ഒരാളെ പോലും വിടരുതിട്ട് എല്ലാവരെയും എണ്ണണം നമ്മൾ പറയില്ലേ. അതായിരുന്നു നമ്മളുടെ 2024 ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. ലീവ് നോ വൺ ബിഹൈൻഡ്, ഒറ്റ ആളെ പോലും വിട്ടുപോകരുത്. ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ. ലീവ് നോ വൺ ബിഹൈൻഡ്, ഒരാളെ പോലും വിട്ടുപോകരുത്, കൗണ്ട് എവരി വൺ. ഇതായിരുന്നു നമ്മുടെ ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ പ്രമേയം. അത് ഞാൻ എഴുതാൻ വിട്ടുപോയിട്ട് ലാസ്റ്റ് പിന്നെ വേറെ സെപ്പറേറ്റ് എഴുതിയാണ്, അതുകൊണ്ടാണ് പറയാൻ വിട്ടുപോയതും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേയുടെ പ്രമേയമാണ്. വേൾഡ് ഫുഡ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം എല്ലാം വെള്ളമാണ്. നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി, നിങ്ങൾക്ക് ഫുഡായിട്ട് വെള്ളമേ ഉള്ളൂ. വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ്, ലീവ് നോ വൺ ബിഹൈൻഡ്. ഇതായിരുന്നു 2025 തീം. 2024 അവർ നമ്മളോടും പറഞ്ഞിരുന്നത് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ആണെന്ന്. റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു 2024 പ്രമേയം. കഴിയാറായിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഡിസംബർ 1 എന്താണ്? ലോക എയ്ഡ്സ് ദിനമാണ് അല്ലെ. ലോക എയ്ഡ്സ് ദിനം. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് വരുന്നതെന്ന് വെച്ചാൽ തെറ്റായ പാതയിൽ കൂടിയുള്ള സഞ്ചാരം മൂലമാണ് എന്ന് ഞാൻ പറയുന്നു ഇപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളോട് 2024 പ്രമേയത്തിൽ അവർ പറഞ്ഞത് ടേക്ക് ദ റൈറ്റ് പാത്ത് എന്നാണ്. ശരിയായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുക, ടേക്ക് ദ റൈറ്റ് പാത്ത് എന്നുള്ളതായിരുന്നു. അപ്പൊ ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1 ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ
എയ്ഡ്സ് വരുന്നത് തെറ്റായ ജീവിതശൈലി മൂലമാണ്, ജീവിത സാഹചര്യങ്ങൾ മൂലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിയായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു 2024 ഡിസംബർ 1 പ്രമേയം. ടേക്ക് ദ റൈറ്റ് പാത്ത്, ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്, അതും കൂടി ഉണ്ട്, വാലും കൂടി ഉണ്ട് അവിടെ. ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്, ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതായിരുന്നു ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം. പിന്നെ ഡിസംബർ 4 നേവി ഡേ ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അതിന്റെ പ്രമേയം എന്നുള്ളത്. സ്ട്രെങ്ത് ആൻഡ് പവർ ത്രൂ ഇന്നോവേഷൻസ് ഇൻഡിജനൈസേഷൻ എന്നുള്ളതായിരുന്നു. സ്ട്രെങ്ത് ആൻഡ് പവർ ത്രൂ ഇന്നോവേഷൻസ് ഇൻഡിജനൈസേഷൻ ഇതായിരുന്നു 2024. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഡിസംബർ 5 വേൾഡ് സോയിൽ ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 5 വേൾഡ് സോയിൽ ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോയിൽ ഡേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളതാണ്. ഡിസംബർ 5 വേൾഡ് സോയിൽ ഡേ ആണെന്ന് SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അതിന്റെ തീം പഠിച്ചിരിക്കണം. 2025 തീം പ്രഖ്യാപിക്കാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. 2024 തീം മെഷർ മോണിറ്റർ മാനേജ്, മെഷർ മോണിറ്റർ മാനേജ്, മെഷർ ചെയ്യുക. കാരണം ഇപ്പൊ സോയിൽ ടെസ്റ്റ് കാർഡൊക്കെ വരുന്നില്ലേ, നമ്മുടെ സോയിൽ ഹെൽത്ത് കാർഡ്, നമ്മളുടെ മണ്ണെടുത്തിട്ട് പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ മെഷർ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, മാനേജ് ചെയ്യുക. മെഷർ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, മാനേജ് ചെയ്യുക. സോയിൽ ഡേയുടെ പ്രമേയമാണ്, വേൾഡ് സോയിൽ ഡേയുടെ പ്രമേയം 2024 പ്രമേയം. മെഷർ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, മാനേജ് ചെയ്യുക. മെഷർ മോണിറ്റർ മാനേജ്, മെഷർ മോണിറ്റർ മാനേജ്. ഇനി ഡിസംബർ 10 നമ്മുടെ മനുഷ്യാവകാശ ദിനം, അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. അതാണ് നമുക്കിപ്പോൾ ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫേസ് 1 പ്രിലിംസിന്റെ ഫേസ് 1 വന്നിട്ടുണ്ടായിരുന്നത് ഈ പ്രമേയമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിന്റെ അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. എൻ്റെ അവകാശം അല്ലേ, അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ, ഞങ്ങളുടെ അവകാശം, അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ, റൈറ്റ് നൗ. ഇതായിരുന്നു ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. മാത്രം ഞാൻ നിങ്ങളോട് ഒന്നും കൂടിയും ചോദിക്കാം, കാരണം നമ്മളിവിടെ പറഞ്ഞു പോകലല്ലോ, പഠിച്ചു പോകല്ലേ. അപ്പൊ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ജൂൺ 5 എൻവിറോൺമെന്റ് ഡേ ആണ്. എൻവിറോൺമെന്റ് ഡേ നമ്മളിപ്പോ ആഘോഷിക്കാൻ പോണുള്ളൂ. അതിൽ ഏറ്റവും വലിയ നമ്മളിപ്പം നേരിടുന്ന പ്രശ്നം എന്താണ്? പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് അല്ലെ. പ്ലാസ്റ്റിക് തരികൾ നമ്മളുടെ കടപ്പുറത്ത് വന്ന് അടിഞ്ഞിരിക്കുന്നു. അതാണ് ഇപ്പൊ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നം. അതുകൊണ്ട് തന്നെ എൻഡിങ് ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതായിരുന്നു 2025 തീം. 2024 ആണെങ്കിൽ അവർ സ്ഥിരം പറയുന്ന പ്രമേയം തന്നെ, നമ്മൾ സ്ഥിരം ഒരു മരം വെക്കില്ലേ, അതുകൊണ്ട് തന്നെ ഡെസർട്ടിഫിക്കേഷൻ അല്ലെ, നമുക്കറിയാലോ എല്ലാ വർഷവും നമ്മൾ മരം വെക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ് എന്നുള്ളതായിരുന്നു 2024 പ്രമേയം. പിന്നെ ജൂൺ 14 ബ്ലഡ് ഡോണേഴ്സ് ഡേ. ജൂൺ 14 ബ്ലഡ് ഡോണേഴ്സ് ഡേ. 2024 എന്ന് പറയുമ്പോൾ അവിടെ 20ാമത്തെ വാർഷികമായിരുന്നു. അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയാണ് ചെയ്തത് അല്ലെ. താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് എന്ന് പറഞ്ഞ് നന്ദി പറയാണ് ചെയ്തത്. 2025 ബ്ലഡ് കണക്ടേഴ്സ് ഓൾ, നമ്മളെല്ലാവരെയും ബ്ലഡ് കണക്ട് ചെയ്യുന്നു അല്ലെ, ബ്ലഡ് കണക്ടേഴ്സ് ഓൾ എന്നായിരുന്നു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. 2024 യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, നമുക്കും നമ്മുടെ സൊസൈറ്റിക്കും വേണ്ടി യോഗ ചെയ്യാം. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, അത് കുറച്ചും കൂടി ഒന്ന് പരിഷ്കരിച്ചിട്ട് എന്താക്കി മാറ്റി, സെൽഫ് എന്നുള്ളത് 1 ഹെൽത്ത് എന്നുള്ളതും സൊസൈറ്റി എന്നുള്ളത് 1 എർത്ത് എന്നാക്കി മാറ്റി. അത്രേ ഉള്ളൂ. യോഗ ഫോർ 1 എർത്ത് ആൻഡ് 1 ഹെൽത്ത് എന്നാക്കി മാറ്റി. പിന്നെ ജൂൺ 23 ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ ആണ് ജൂൺ 23. ഒളിമ്പിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓട്ടം ചാട്ടം, അതുകൊണ്ട് തന്നെ ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്, ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ജൂൺ 26 എന്താണ്? അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പൊ ആദ്യം നമ്മൾ പ്രിവെന്റ് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു. ലഹരി എന്ന് കേൾക്കുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പൊ പ്രിവെന്റ് മാത്രമല്ല, അതവരെ ലഹരിക്ക് അടിമപ്പെട്ടവർ നമ്മൾ ട്രീറ്റ്മെന്റും കൊടുക്കണം, അവരെ റിക്കവറിയും ചെയ്യണം. ശരിയല്ലേ? അപ്പൊ ആദ്യം 2024 നമ്മൾ ജസ്റ്റ് പ്രിവെന്റ് ചെയ്യാന്ന് മാത്രം, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ മാത്രമായിരുന്നു 2024 പ്രമേയം. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. എന്നാൽ 2025 വന്നപ്പോൾ എന്താണ്, പ്രിവെൻഷൻ മാത്രമല്ല, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ. പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റും ആൻഡ് റിക്കവറി ഫോർ ഓളും കൂടിയായി. ബ്രേക്കിംഗ് ദി ചെയിൻസ്, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ. പിന്നെ
ജൂലൈ 11 എന്താണ്? വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. പോപ്പുലേഷൻ, ജനസംഖ്യാ ദിനമാണ്. അപ്പൊ എന്താണ്, നമ്മൾ എല്ലാവരും എണ്ണണം അല്ലേ? ഒറ്റാളെ പോലും വിട്ടുപോകാൻ പാടില്ലല്ലോ, എല്ലാവരെയും കൗണ്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ലീവ് നോ വൺ ബിഹൈൻഡ്, ഒരാളെ പോലും വിട്ടുപോകരുത്. ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ. കൗണ്ട് എവരി വൺ എന്നുള്ളതായിരുന്നു ജൂൺ 11 വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ പ്രമേയം എന്നുള്ളത്. പിന്നെ ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ പ്രമേയം. പിന്നെ ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ് ജൂലൈ 28. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ. ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ്. ടൈഗറിനെ കണ്ട നമ്മൾ എന്തല്ല, ടൈഗർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് വേണ്ടത്? നമ്മളുടെ സേഫ്റ്റി അല്ലെ, സേഫ് ആയിട്ടുള്ളതും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റേറ്റ് ഉണ്ടാകണം നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ എൻഷുറിങ് സേഫ് ആൻഡ് സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്നുള്ളതായിരുന്നു 2024 പ്രമേയം, ഇന്റർനാഷണൽ ടൈഗർ ഡേയുടെ. പിന്നെ ഓഗസ്റ്റ് 7 ഹാൻഡ്ലൂം ഡേ അല്ലെ, നാഷണൽ ഹാൻഡ്ലൂം ഡേ. ടെക്നോളജിയും ഇന്നോവേഷൻസ് ഒക്കെ ഹാൻഡ്ലൂമിലും കൂടി കൊണ്ടുവരാം. ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ് ഫോർ ഹാൻഡ്ലൂം എന്നുള്ളതായിരുന്നു ഓഗസ്റ്റ് 7 ഹാൻഡ്ലൂം ഡേയുടെ 2024 പ്രമേയം. ഓഗസ്റ്റ് 15 പ്രമേയം എന്തായിരുന്നു? ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രമേയം ജസ്റ്റ് വികസിത് ഭാരത്, അത്രേ ഉള്ളൂ, ഡെവലപ്ഡ് ഇന്ത്യ എന്നായിരുന്നു. സെപ്റ്റംബർ 16 ഓസോൺ ഡേ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതിന്റെ പ്രമേയം 2024 പ്രമേയം. 2025 പഠിക്കേണ്ട പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ 2024 പ്രമേയം എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതായിരുന്നു. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. അപ്പൊ യൂസ് ഹാർട്ട്, നിങ്ങൾ ഹൃദയം ഉപയോഗിക്കുന്നെങ്കിലും യൂസ് ഹാർട്ട് അല്ലെ. ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം യൂസ് ഹാർട്ട് എന്നുള്ളതായിരുന്നു. ഒക്ടോബർ 8 എയർഫോഴ്സ് ഡേ, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഭാരതീയ വായുസേന സാക്ഷം സശക്ത് ആത്മനിർഭർ. ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ ആണ്. ഫുഡ് ഡേ എന്ന് പറയുമ്പോൾ ഫുഡ് എന്താണ്? ഇനി തൊട്ട് നിങ്ങൾക്ക് വെള്ളം മാത്രം തരുള്ളൂ അല്ലെ, പച്ച വെള്ളം മാത്രം തരുള്ളൂ. അപ്പൊ വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ്. ഇപ്പൊ എന്റെ ലൈഫും വാട്ടർ ആണ്, എന്റെ ഫുഡും വാട്ടർ ആണ് അല്ലെ. വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ്. അതാണ് 2025 പ്രമേയം. വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ്, ലീവ് നോ വൺ ബിഹൈൻഡ് ആണ് 2025 പ്രമേയം. 2024 റൈറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എല്ലാം നമ്മൾ 2024 നമ്മൾ റൈറ്റ് ആണ് പറഞ്ഞ് നമ്മുടെ ലോകാരോഗ്യ ദിനം പറഞ്ഞല്ലേ. ലോകാരോഗ്യ ദിനത്തിൽ നമ്മൾ പറഞ്ഞെന്താണ്? നമ്മുടെ റൈറ്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇതെന്റെ റൈറ്റ് ആണ്, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്റെ റൈറ്റ് ആണെന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നാക്കി മാറ്റിയത്. അപ്പൊ 2024 നമ്മൾ എപ്പോഴും നമ്മുടെ റൈറ്റ് ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ 2024 വേൾഡ് ഫുഡ് ഡേയുടെ പ്രമേയം റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. ഡിസംബർ 1 എയ്ഡ്സ് ദിനമാണ് അല്ലെ, ലോക എയ്ഡ്സ് ദിനമാണ്. അപ്പൊ നല്ലൊരു പാത്ത് തിരഞ്ഞെടുക്കാൻ, ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഇനി ഡിസംബർ 4 നേവി ഡേ, സ്ട്രെങ്ത് ആൻഡ് പവർ ത്രൂ ഇന്നോവേഷൻ ആൻഡ് ഇൻഡിജനൈസേഷൻ എന്നുള്ളതായിരുന്നു നമ്മുടെ ഡിസംബർ 4 നേവി ഡേയുടെ പ്രമേയം. ഇനി ഡിസംബർ 5 വേൾഡ് സോയിൽ ഡേ. നമുക്ക് സോയിൽ കാർഡൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സോയിലൊക്കെ എടുത്ത് മണ്ണൊക്കെ എടുത്ത് ഇനി മെഷർ ചെയ്യണം. എന്നിട്ട് അത് മെഷർ ചെയ്ത കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാനെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാൻ, കുമ്മായോ വേറെ എന്തെങ്കിലും പൊട്ടാസ്യോ കാൽസ്യോ എന്തെങ്കിലുമൊക്കെ മണ്ണിൽ ഇട്ട് കൊടുക്കാനാണെങ്കിൽ ഇട്ടും കൊടുക്കണം. അതുകൊണ്ടാണ് ആദ്യം മെഷർ ചെയ്യണം, പിന്നെ മോണിറ്റർ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം? അത് മാനേജ് ചെയ്യണം. മെഷർ, മോണിറ്റർ ആൻഡ് മാനേജ് എന്നുള്ളതായിരുന്നു 2024 സോയിൽ ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ് 2024 പ്രമേയം. അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. ഇപ്പൊ തന്നെ അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളതായിരുന്നു ഡിസംബർ 10 നമ്മുടെ മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ ഒരുവിധം നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട ദിനങ്ങളും പറഞ്ഞിട്ടുണ്ട്. കുറച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ കയറിയിട്ടുണ്ടാവും. ഒരു 100% കയറിയിട്ടില്ലെങ്കിൽ ഒരു 50% കയറിയിട്ടുണ്ടാവും. ബാക്കി 50% നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇടയ്ക്കിട്ടൊക്കെ ഇതൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം. അപ്പൊ ബാക്കി 50 കൂടിയും കയറിക്കോളും. പിന്നെ നിങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ദിവസങ്ങളെല്ലാം കൂടുതൽ ക്ലാസ് SCERT പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ്സുകളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ നോട്ട്സൊക്കെ ഇന്ന് പ്രിപ്പയർ ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റാഞ്ഞത്. അടുത്ത ദിവസങ്ങളിൽ SCERT പുതിയ ചാപ്റ്റേഴ്സും പഴയ ചാപ്റ്റേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് റിവിഷൻ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.